ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടീനിയത്തിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അടീനിയത്തിൽ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് 10 ദിവസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു രാസവളം കൊടുക്കണം. NPK 19 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം വെച്ചിട്ട് അങ്ങനെയും കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പൊട്ടാഷ് ഒഴിച്ചു കൊടുത്താലും ഒരുപാട് ഫ്ലവർ വരും. പൊട്ടാഷ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും ഒരുപാട് ഫ്ലവർ വരും. പിന്നെ അടീനിയത്തിന് മെയിനായിട്ട് നോക്കേണ്ടത് നല്ല സൂര്യപ്രകാശമാണ്. നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് തന്നെ അടീനിയം വെക്കണം. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വെള്ളം വേണ്ട, കുറേശ്ശെ വെള്ളം കൊടുത്താൽ മതി. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. മണ്ണ് നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. പിന്നെ മഴ സമയത്തൊക്കെ അടീനിയം മഴ കൊള്ളാതെ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ മഴ ഇങ്ങനെ തട്ടുമ്പോൾ ഇതിൻ്റെ കോഡക്സൊക്കെ ചീഞ്ഞ് പോയിട്ട് ഈ പ്ലാന്റ് പറ്റ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല നീർവാർച്ചുള്ള പോട്ടിംഗ് മിക്സ് വേണം എടുക്കാൻ. മണ്ണും മണലും ചാണകപ്പൊടിയും കുറച്ച് സാഫും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് എല്ലുപൊടിയും വേപ്പും മണ്ണാക്കും. ഞാനിതിൻ്റെ മുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ. അതുപോലെ നട്ടു വെച്ചാൽ മതി. പിന്നെ ഇതിന് മാസത്തിലൊരിക്കൊന്ന് സാഫൊന്ന് കലക്കിയിട്ടൊന്ന് ഇതിൻ്റെ ലീഫിനും തണ്ടിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഫംഗലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സാഫൊന്ന് ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ സെയിലിനുള്ള ചെടികളാണ്. ഇത് വർഷത്തിലൊരിക്കലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും വേണം. പിന്നെ വർഷത്തിലൊരിക്കൊന്ന് ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് റീപോർട്ട് ചെയ്യും വേണം. ഇത് പ്രൂണിങ് ചെയ്താലുള്ളൂ ഇതിന് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല പ്ലാന്റ് ആവുക. ഇതൊക്കെ സെയിലിനുള്ള ചെടികളാണ്. ഇതിൽ ചില വെറൈറ്റികളൊക്കെ നല്ല ലെങ്ത് ഉണ്ടാവും, ചിലത് കുള്ളൻ തൈ ആയിട്ടാണ്. അങ്ങനെ പല ചെടികളും പല ഫ്ലവർ ഉള്ളതും വ്യത്യസ്തമായിട്ടാണുള്ളത്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫ്ലവറിൻ്റെ പ്ലാന്റാണ് കാണിക്കുന്നത്. ഇതിന് കണ്ടില്ലേ, നല്ല ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത്തുള്ള ചെടികളാണ്. ഇതിന് ഓരോ പ്ലാന്റിനും വ്യത്യാസമുണ്ട്. ഇത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫ്ലവറിൻ്റെ ചെടികളാണ് കാണിക്കുന്നത്. ഇത് കുള്ളൻ തൈകളായിട്ടാണ്. അപ്പോൾ ഓരോ ചെടികൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കഴിയുന്നതും വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മെസ്സേജ് ചെയ്താൽ മതി, കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചെടികൾ DTDC വഴിയാണ് അയച്ചു തരുന്നത്. ഓൺലൈനായിട്ട് മേടിക്കുന്ന ചെടികൾ ഇത് നട്ട് വെച്ചിട്ട് ഒരു 2 ആഴ്ച തണലിൽ വെച്ചിട്ട് എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ മതി. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത്.